Yes, welcome back to Xylem Learning, and this is me, നിങ്ങളുടെ സ്വന്തം വിദ്ല മിസ്. അപ്പോൾ ബാക്ക് പോപ്പുലർ ഡിമാൻഡ് അല്ലെ, നിങ്ങൾ എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മുടെ ഐസോമെറിസത്തിന്റെ ബാക്കി പാർട്ടായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. 2 ഐസോമെറിസം ഞാൻ ഓൾറെഡി ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നു, പൊസിഷൻ ആൻഡ് ഫങ്ഷണൽ ഐസോമെറിസം. അതിന്റെ താഴെ ഒരുപാട് കുഞ്ഞുങ്ങളാണ് കമന്റ് ചെയ്തത് മറ്റ് 2 ഐസോമെറിസം വേണം എന്നുള്ളത്. സോ നിങ്ങൾക്ക് വേണ്ടി മറ്റ് 2 ഐസോമെറിസം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടെ കാണുക. വളരെ കണ്ടുവരുന്ന നിങ്ങൾ ഉറപ്പുവരുത്തുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 4 ടൈപ്പ് ഐസോമെറിസം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെയിൻ ഐസോമെറിസം ആൻഡ് മെറ്റാമെറിസം. ബാക്കി 2 ഓൾറെഡി വീഡിയോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്തായിരിക്കും ചെയിൻ ഐസോമെറിസം? ബേസിക്കലി ഐസോമെറിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മറന്നുപോയോ മക്കളെ? ഇവരുടെ മൊളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ് അല്ലെ. ഇവരുടെ മൊളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം ഒരേപോലെയാ. കണ്ടു കഴിഞ്ഞാൽ ഒരേ ആൾക്കാരാണെന്ന് തോന്നും, പക്ഷെ ആക്ച്വലി ഒരേ ആളാണോ? അല്ല. അവരുടെ ഫിസിക്കൽ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ആ ഫിനോമിനെയാണ് നമ്മൾ ഐസോമെറിസം എന്ന് പറയുക. അപ്പൊ ഇതിൽ 2 ഐസോമെറിസം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഐസോമെറിസം ആയിട്ടുള്ള ചെയിൻ ഐസോമെറിസം നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ 2 കോമ്പൗണ്ടുകളെ തന്നിട്ടുണ്ട്. ഈ 2 കോമ്പൗണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതി നോക്കിയാലോ നമുക്ക്? 2 പേരുടെയും മോളിക്കുലാർ ഫോർമുല എഴുതുമ്പോൾ ഏതൊക്കെ ആറ്റങ്ങൾ ഉണ്ട് എന്ന് എണ്ണി നോക്കിയാൽ മാത്രം മതി. 1 2 3 4 4 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 5 7 10 ഹൈഡ്രജൻ ഉണ്ട്. C4H10. ഇനി രണ്ടാമത്തെ ആളുടെ മോളിക്കുലാർ ഫോർമുല എഴുതാം. 1 2 3 4 4 ഹൈഡ്രജൻ കാർബൺ. 3 6 9 10 ഹൈഡ്രജൻ. നോക്കിക്കേ, 2 പേരുടെയും മോളിക്കുലാർ ഫോർമുല അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം ഒരേപോലെയാണ്. പക്ഷെ ഇവര് 2 പേരും ഒരേ ആൾക്കാരാണോ? അല്ല അല്ലെ. ഒരാള് ബ്യൂട്ടെയിൻ ആണ്, മറ്റേയാള് 2-മീഥൈൽ പ്രൊപ്പെയിൻ ആണ്. അപ്പൊ ഇവരുടെ മോളിക്കുലാർ ഫോർമുല ഒരേപോലെയാണ്, പക്ഷെ ചെയിനിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഒരാള് സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ മറ്റേയാള് ബ്രാഞ്ചഡ് ആണ്, ശരിയല്ലേ? അപ്പോൾ തന്മാത്രാവാക്യം ഒരേപോലെയാണ്, പക്ഷെ ചെയിനിന്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫിനോമിനനെ നമുക്ക് ചെയിൻ ഐസോമെറിസം എന്ന് പറയുവാൻ സാധിക്കും. ഓക്കെ, 2 പേരുടെയും തന്മാത്രാവാക്യം എത്രയായിരുന്നു? C4H10 ആയിരുന്നു. തന്മാത്രാ സൂത്രത്തിന്റെ മോളിക്കുലാർ ഫോർമുലയുടെ പ്രത്യേകത എന്തായിരുന്നു? സെയിം ആയിരുന്നു, ഒരേപോലെ ആയിരുന്നു അല്ലെ. അപ്പം നമുക്ക് മനസ്സിലായി സെയിം മോളിക്കുലാർ ഫോർമുലയും ഡിഫറെന്റ് സ്ട്രക്ചർ ഓഫ് കാർബൺ ചെയിൻസ്. കാർബൺ ചെയിനിന്റെ ഘടനയിൽ വ്യത്യസ്തത പുലർത്തുന്നവരെയുമാണ് നമ്മൾ ചെയിൻ ഐസോമറുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ചെയിൻ ഐസോമെറിസം. സിമ്പിൾ അല്ലേ? എത്ര സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, C5H12 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇയാളുടെ ചെയിൻ ഐസോമർസിന്റെ സ്ട്രക്ചർ നമ്മൾ എഴുതാൻ പോവാണ്. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ചെയിൻ C5H12 എന്താണ് എന്ന് എഴുതി കൊടുക്കുക. അപ്പൊ CH3 5 കാർബൺ ആറ്റമുള്ള ഒരു ആൽക്കെയിൻ ആണ് അല്ലെ. അപ്പോൾ CH3 CH2 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 CH3 ഇതാണ് C5H12. ഇതിപ്പോ സ്ട്രെയിറ്റ് ചെയിൻ ആണ്, നേരെയുള്ള ആളാണ്. അപ്പൊ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. 1 2 3 4 5 കാർബൺ, 3 5 7 9 12 ഹൈഡ്രജൻ. C5H12 ആണ്. ഇനി ആളുടെ ചെയിൻ ഐസോമർസിനെ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്താൽ മതി? ഒരാളെ എടുത്ത് ബ്രാഞ്ചഡ് ആക്കിയാൽ മതി അല്ലെ. അപ്പം ഇവരുടെ കാർബൺ ആറ്റത്തിന്റെ എണ്ണം മാറാൻ പാടില്ല, ഹൈഡ്രജന്റെ എണ്ണം മാറാൻ പാടില്ല, സ്ട്രക്ചർ മാത്രമേ മാറാൻ പാടുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഒരു മീഥൈൽ ഗ്രൂപ്പിനെ എടുത്ത് ഞാൻ ഇവിടെ ബ്രാഞ്ച് ആക്കി മാറ്റുന്നു. നോക്കിക്കോ, CH3 CH3 CH2 CH3. ഓക്കെ ആണോ? അപ്പൊ ഇയാളുടെ ഒന്ന് മോളിക്കുലാർ ഫോർമുല എണ്ണി നോക്കിക്കേ. 1 2 3 4 5 കാർബൺ, 3 6 9 11 12 ഹൈഡ്രജൻ. 2 പേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. എനിക്ക് ഇനിയും ഇവന്റെ ചെയിൻ ഐസോമർ എഴുതാം. എങ്ങനെ എഴുതാന്നറിയോ? എനിക്ക് 2 ബ്രാഞ്ച് ഒരേ സമയം 2 ബ്രാഞ്ച് എനിക്ക് ഇവനിലേക്ക് കൊണ്ടുവരാം. നോക്കിക്കോ മക്കളെ, ദാ CH3 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 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇവനും 1 2 3 4 5 5 കാർബണും 12 ഹൈഡ്രജനും തന്നെയാണ്. അപ്പോൾ ഇതേപോലെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ടുള്ളതും എന്നാൽ ഘടനയിൽ സ്ട്രക്ചറൽ വ്യത്യാസമുള്ള ആൾക്കാരെയുമാണ് നമ്മൾ ചെയിൻ ഐസോമർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പിടിച്ച് ബ്രാഞ്ച് ആക്കുക.
കാർബൺ ആറ്റത്തിന്റെ എണ്ണം മാറരുത്, ഹൈഡ്രജന്റെ എണ്ണം മാറരുത്. എത്രയൊക്കെ സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ് എന്ന് നിങ്ങൾ എഴുതി നോക്കുക. സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ ബ്രാഞ്ചസ് ആക്കി നോക്കുക, ബ്രാഞ്ച് ആണെങ്കിൽ സ്ട്രെയിറ്റ് ചെയിൻ ആക്കി നോക്കുക. നമുക്ക് ചെയിൻ ഐസോമറിനെ കിട്ടും. സിമ്പിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി രണ്ടാമത്തെ ഐസോമറിസത്തിലേക്ക് കിടക്കാം, മെറ്റാമറിസം. ഇതിന് പൊസിഷൻ ഐസോമറിസമായിട്ട് ചെറിയ ബന്ധമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നോക്കിക്കേ, ഈ രണ്ട് കോമ്പൗണ്ടുകളുടെയും മോളിക്കുലാർ ഫോർമുല നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. 1 2 3 4 4 കാർബൺ, 3 5 7 10 10 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ശരിയല്ലേ? ഇനി അടുത്ത ആളെ നോക്കിക്കേ. വീണ്ടും 1 2 3 4 4 കാർബൺ, 3 5 7 10 10 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അല്ലെ, രണ്ടുപേരും C4H10 C4H10. ശരിയാണോ മക്കളെ? അപ്പൊ രണ്ടുപേരിലെ വ്യത്യാസം എന്താ? ഇവര് രണ്ടുപേരും ഏത് കോമ്പൗണ്ട് ആണ്? ഇവര് രണ്ടുപേരും ഈഥേഴ്സ് ആണ് അല്ലെ, ആൽക്കോക്സി ഗ്രൂപ്പുകളുള്ള ഈഥേഴ്സ് ആണ്. ഇവരുടെ പ്രത്യേകത എന്താ? അപ്പൊ നമ്മൾ ഓക്സിജനെ നോക്കണം. ഇതാണ് നമ്മുടെ ഓക്സിജൻ. ഓക്സിജന്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ 2 കാർബൺ, ഇവിടെ 2 കാർബൺ അല്ലെ, രണ്ട് സൈഡിലും തുല്യമാണ്. ഇനി അടുത്ത കോമ്പൗണ്ട് എടുത്ത് നോക്കിക്കേ. ഇതാണ് ഓക്സിജൻ. ഇവിടെ 3 കാർബൺ ഉണ്ട്, ഇവിടെ 1 കാർബണേ ഉള്ളൂ. അപ്പൊ ഇവരുടെ വ്യത്യാസം എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്. പിന്നെ എന്താ ഉള്ളത്? ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. ശരിയാണോ? പുരിഞ്ചിതാ? ശരിയല്ലേ? ഇവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണോ? ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണോ? ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലുമുള്ള കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. നോക്കിക്കേ, ഇവിടെ രണ്ട് സൈഡിലും 2 കാർബൺ വീതമാണെങ്കിൽ ഇവിടെ ഒരു സൈഡിൽ 3 കാർബണും മറ്റേ സൈഡിൽ 1 കാർബണുമാണ്. പക്ഷെ മോളിക്കുലാർ ഫോർമുല കണ്ടാൽ ഒരേപോലെ തോന്നുകയും ചെയ്യും. ശരിയല്ലേ? ഇത്തരത്തിലുള്ള ഐസോമേഴ്സിനെയാണ് നമ്മൾ മെറ്റാമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫിനോമിനെ നമുക്ക് മെറ്റാമറിസം എന്ന് പറയാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബൈവാലന്റ് നോക്കിക്കേ, ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട മക്കളെ. ബൈവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് 2, സംയോജകത 2 ആണ്. ഒരേ സമയം 2 ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്യും. നോക്കിക്കേ, ഓക്സിജൻ ഒരേ സമയം 2 ബോണ്ട് ഫോം ചെയ്യുന്നില്ലേ? ഇങ്ങോട്ടും ഇങ്ങോട്ടും 2 ബോണ്ട് ഫോം ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക കേട്ടോ. ഈ ബൈവാലന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളവർ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള മെറ്റാമറിസം കാണിക്കുന്നത്. സെറ്റായോ? ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 2 പേരുടെയും മോളിക്കുലാർ ഫോർമുല എഴുതാം. 1 2 3 4 5 3 5 കാർബൺ, 3 5 7 10 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ശരിയല്ലേ? ഇനി അടുത്തത് 1 2 3 4 5 5 കാർബൺ, 3 5 7 10 10 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ശരിയല്ലേ? 2 പേരുടെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പും സെയിം ആണ്. ഇനി കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടോ നോക്കിക്കേ. ഇവിടെ 2 സൈഡിലും 2 കാർബൺ, ഇവിടെ 1 കാർബൺ, ഇപ്പുറത്ത് 3 കാർബൺ. അപ്പൊ മോളിക്കുലാർ ഫോർമുല സെയിം, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിൽ അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. സോ ഇവർ 2 പേരും മെറ്റാമേഴ്സ് ആണ്. ആൻഡ് ഈ ഐസോമറിസത്തെ നമുക്ക് മെറ്റാമറിസം എന്ന് പറയാൻ സാധിക്കും. അപ്പൊ 4 ടൈപ്പ് ഐസോമറിസം ആണ് കേട്ടോ. ഒന്ന് ചെയിൻ ഐസോമറിസം, ഇവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. ചെയിൻ, സ്ട്രക്ചർ ഓഫ് ചെയിൻ, ചെയിനിന്റെ ഘടനയിൽ വ്യത്യാസം. ഇനി പൊസിഷൻ ഐസോമറിസം എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആണ്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വ്യത്യാസം. ഇനി ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ഫോർമുല ഒരേപോലെയാണ്, എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. മെറ്റാമറിസം എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ഫോർമുല സെയിം, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ഐ ഹോപ്പ് ഈ ഒരു ടോപ്പിക് എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മിസ് വിശ്വസിക്കുന്നു. സോ ഇതേപോലെ ഇനി ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ള കാര്യം താഴെ കമന്റ് ബോക്സിൽ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഐസോമറിസം ടഫ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണാനായിട്ട് പറയാം. സോ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ്, സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.